ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ അനുക്കുട്ടിക്ക് മദ്രസയിൽ എക്സാം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ നേരത്തെ എണീറ്റ് റെഡിയായി വന്നിട്ട് പഠിച്ചതൊന്നുകൂടെ നോക്കുകയാണ്. എക്സാം ആയതുകൊണ്ട് തന്നെ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് അനുക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഫ്രണ്ട്സ് ഒന്നും വരാനുള്ള ക്ഷമ അവൾക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് അവളാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുക്കുട്ടീനെ മദ്രസയിൽ വിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി നിന്നു. മുൻവശം മാത്രമേ ഞാനിപ്പോൾ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും അവർക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിഴങ്ങൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇന്നിപ്പോൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് ഞാൻ അതിൻ്റെ 4 സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നടുക്ക് കട്ട് ചെയ്തിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഉൾഭാഗം എല്ലാ ഭാഗവും ഒരേപോലെ കറക്റ്റ് കുക്കായി കിട്ടും കേട്ടോ. ഞാൻ ഈ ഭരണിയിൽ ഉപ്പിട്ട് വെക്കുമ്പോൾ ഇതുപോലെ നിറഞ്ഞു വന്നാൽ ബാക്കിയുള്ള ഉപ്പ് പിന്നെ ഞാൻ വേറൊരു ബോട്ടിലാട്ടോ സ്റ്റോർ ചെയ്യാറ്. പക്ഷേ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ ഈ പാക്കറ്റ് ഉപ്പ് മൊത്തം ഇതിൽ കറക്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒന്നുകൂടെ അടിഞ്ഞ് കിടക്കില്ല, അപ്പോൾ കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവും. അങ്ങനെ ഇനിയിപ്പോൾ മസാല ദോശക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. 2 ദിവസമായിട്ട് ചെറിയൊരു തൊണ്ടവേദന ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സൗണ്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ സവാളയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് സ്റ്റവ് ഏത് ബ്രാൻഡാണെന്നുള്ളത് പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രസ്റ്റേജ് ആണ് കേട്ടോ. എനിക്കിത് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ 3 ബർണറാണ് വരുന്നത്. അതിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വലിയ ബർണറാണ് കേട്ടോ നന്നായിട്ട് കത്തുക. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം കുക്കിങ്ങൊക്കെ ആ ഒരു അടുപ്പിലാണ് ചെയ്യാറ്. ഇനി മസാല ദോശയിലേക്കുള്ള മസാല റെഡിയാക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും ചെറിയ ജീരകം കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, വറ്റൽമുളക് പിന്നെ കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഇതിൽ കടുക് പൊട്ടിക്കുന്ന ടൈമിൽ കുറച്ച് ഉഴുന്നും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ സവാള ഒരു ഭാഗത്തോട്ടാക്കിയിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ സൈഡിൽ കുറച്ച് ഉഴുന്നിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട്. ഇന്നിപ്പം മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിൻ്റെ കൂടെ കോളിഫ്ലവർ ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് കേട്ടോ നമ്മളെ സോനു മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള കോളിഫ്ലവർ നല്ല ക്ലീൻ ആയിട്ടുള്ളതാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ ഇത്ര നല്ല നീറ്റായിട്ടുള്ളത് കിട്ടാറില്ല. ഞാൻ എപ്പോഴൊന്നും ഈ കോളിഫ്ലവർ വാങ്ങിക്കാറില്ല കേട്ടോ. കാരണം മിക്കവാറും ഇതിനകത്ത് എവിടെയെങ്കിലായിട്ട് ഒരു പുഴുവിനെ കിട്ടും. അപ്പോൾ അത്രയും നീറ്റായിട്ടുള്ളത് കാണുമ്പോൾ വാങ്ങിക്കും. പക്ഷേ ഇത് കട്ട് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ കഴുകിയിട്ടൊക്കെയാണ് അത് മസാല ആക്കാറ്. അപ്പോഴേക്കും ഞാൻ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. സവാളയും പച്ചമുളകൊക്കെ ഇവിടെ നന്നായിട്ട് എണ്ണയിൽ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്ന ടൈമിൽ ഇതിലോട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കിഴങ്ങ് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മസാല ദോശയിലേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അഗാറോൻ്റെ ഗ്രാനൈറ്റ് ഫിനിഷിലുള്ള നോൺ സ്റ്റിക്ക് പാനിലാണ് ദോശ ചുട്ടെടുക്കാൻ വേണ്ടി പോണത്. അഗാറോൻ്റെ തന്നെ 5 ടൈപ്പ് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. കാണാനും നല്ല ലുക്കാണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന
പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് ഇത്ത ഈ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റൊക്കെ എവിടുന്നാണ് വാങ്ങിക്കാറ്, ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യാറ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റ് തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഗാരോ ഇമ്പീരിയൽ ഗ്രാനൈറ്റ് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റ് ചൂസ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ കിച്ചണിൽ സോനും കൂടെ ഉണ്ട് കേട്ടോ. അതാണ് മൊത്തത്തിലൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കണത്. അങ്ങനെ ദാ നമ്മുടെ മസാല ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മസാല ദോശ. ഇന്നിപ്പോൾ ലഞ്ചിനും ഈ മസാല ദോശ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് മക്കൾ. പക്ഷേ ഇത് ചൂടോട് കൂടി കഴിക്കണ ആ ഒരു ടേസ്റ്റ് ഒരിക്കലും ചൂടാറിയാൽ കിട്ടൂല. ഈ നെയ് റോസ്റ്റ്, മസാല ദോശ അതൊക്കെ ചൂടോട് കൂടെ കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതാ ചോറിക്ക് ഞാൻ ഇന്ന് കോളിഫ്ലവർ ഫ്രൈ ആക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ചോറിക്ക് ഈ കിഴങ്ങ് പൊരിച്ചത്, കോളിഫ്ലവർ ഫ്രൈ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യണ ഒരു മസാലയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെടുത്ത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും. നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ അനുക്കുട്ടിയുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ മെൻഷൻ ചെയ്യണം, അവരുടെ അടുത്ത് ഉമ്മച്ചൊരു ഹായ് എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേരൊക്കെ എഴുതി ഏൽപ്പിച്ചതാണ് കേട്ടോ എൻ്റെ അനുക്കുട്ടീൻ്റെ അടുത്ത്. എപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിക്കും, മറന്നു പോവും. അപ്പോൾ എന്താ പേരുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുക. നുബില, ഫാത്തിമ, സജ, അസ, മിസ, റസ്വ. ഇതൊക്കെ എൻ്റെ അനുക്കുട്ടിയുടെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനുക്കുട്ടിയുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ഹായ്. അപ്പോൾ അതാ ഇനിയിപ്പോൾ മക്കളുടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇന്നിപ്പോൾ ഡാർക്ക് ഫാൻറ്റസിയും പിന്നെ ഓറഞ്ചും ആണ് കേട്ടോ ആക്കണത്. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യണം. ഇന്നിപ്പോൾ ലഞ്ചിന് ചോറും കോളിഫ്ലവർ ഫ്രൈയും പിന്നെ മുട്ട പൊരിച്ചതും. അനുവിനും സോനുവിനും അച്ചാറും ആക്കാറുണ്ട് കേട്ടോ. അവർക്ക് അച്ചാർ ഇഷ്ടമാണ്. നൈഷക്കുട്ടിക്ക് അച്ചാർ ഇഷ്ടമല്ല. അപ്പോൾ അതാ ഇനിയിപ്പോൾ മുട്ട പൊരിച്ചെടുക്കണം. ഇവിടെ 3 പേർക്കും 3 ടൈപ്പ് മുട്ടപ്പൊരിയാണ് കേട്ടോ ഇഷ്ടം. അനുക്കുട്ടിക്ക് ഏറെ ഇഷ്ടം പുൾസയും, പിന്നെ സോനുവിന് ആ മഞ്ഞക്കുരു ഒഴിവാക്കിയിട്ട് വൈറ്റ് മാത്രം പൊരിച്ചു കൊടുക്കാൻ പറയും. നൈഷക്കുട്ടിക്ക് പിന്നെ എല്ലാം കൂടെ കുത്തി കലക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പൊരിക്കണം. കറക്റ്റ് കുക്കാവണം കേട്ടോ. ഇവർക്ക് ആർക്കും ഈ ഓംലെറ്റ് ഇഷ്ടമല്ല. അതായത് ഉള്ളി, പച്ചമുളക്, തക്കാളി അതൊന്നും ഇട്ടിട്ട് മുട്ട പൊരിക്കണത് 3 പേർക്കും ഇഷ്ടമല്ല. പക്ഷെ ഞാനിതുപോലെ 3 ആൾക്കും 3 രീതിയിലൊന്നും ആക്കി കൊടുക്കാറില്ല. എല്ലാം കൂടെ ഒരുമിച്ച് കുത്തി കലക്കിയിട്ട് അങ്ങനെ പൊരിക്കാറ് തന്നെയാണ് കേട്ടോ. കാരണം അതിനും കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒന്നിനും സമയം കിട്ടൂല. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് ബസ് വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നൈഷക്കുട്ടിക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് ഉപ്പച്ചിയാക്കി കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാനും ഇക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾ പോയതിന് ശേഷം പിന്നീട് ചൂടോടെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇക്ക പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഇക്കാൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ഈ ഫുഡ് കഴിക്കലാണ്. കാരണം ഇക്ക കൂടെ ഉണ്ടാവുമ്പോൾ ഞാൻ എത്ര വൈകിയാലും ഇക്കാൻ്റെ കൂടെ ഒരുമിച്ചിരുന്നിട്ടേ ഫുഡ് കഴിക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഇവർ പോയാൽ മക്കളും കൂടെ സ്കൂളിൽ പോയാൽ ഞാൻ ഒറ്റക്കല്ലേ, അപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നില്ല. ആരും ഒപ്പം ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയ ഫുഡിനോട് തന്നെ ഒരു മടുപ്പ് തോന്നില്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരവസ്ഥ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാൻ്റെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ അവിടെ വീട്ടിലേക്ക് ഫിൽറ്റർ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് അവിടുന്ന് വിളിച്ചതാണ് കേട്ടോ. അവിടെ വരെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഇക്കയും കൂടെ അവിടെ പോകാൻ വേണ്ടി നിൽക്കുക. ഇക്ക നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വീട്ടിലുണ്ടാവൽ വളരെ ചുരുക്കമാണ് കേട്ടോ. കാരണം ഇക്ക എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും എന്നെയും കൂട്ടും. എനിക്ക് പൊതുവേ ഇങ്ങനെ പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഉപ്പ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പാണമ്പിള്ള അക്വാ കയറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡുവൽ ഫങ്ഷൻ സിസ്റ്റം വരുന്ന ഒരു വാട്ടർ ഫിൽറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വാട്ടർ ഫിൽറ്ററിൻ്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ സ്റ്റീൽ ടാങ്ക്, പിന്നെ സോളാർ, അതൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് 10 വർഷമായി, ഇത് 3 വർഷമായി. കരിങ്കത്താണ് 1 വർഷം കഴിയും. നമുക്ക് അങ്ങാടിപ്പുറത്തെ പൂക്കളത്ത് 10 വർഷമായി. പിന്നെ നമ്മുടെ സോളാർ ചെയ്യുന്നുണ്ട്, സ്റ്റീൽ ടാങ്ക് ഉണ്ട്. സോളാറും ചെയ്യുന്നുണ്ട്.
സോളാർ നമ്മളൊരു ഇതുണ്ടല്ലോ മറ്റേ എന്താണ് സോളാർ വെക്കുമ്പോ സബ്സിഡി ഉണ്ട്. 3 കിലോവാട്ടിന് 78,000 സബ്സിഡി ഉണ്ട്. 3 കിലോവാട്ടിനോ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എത്ര കിലോവാട്ട്? ഇപ്പൊ നമ്മള് സാധാരണ ഒരു 4 റുപ്യ അതിന്റെ ബില്ലൊക്കെ വിടാൻ 3 കിലോവാട്ടിന്റെ വെച്ചാൽ 3 കിലോ നമുക്ക് AC ഇതൊക്കെ നമുക്ക് എത്ര ഒരു 3 AC വർക്ക് ചെയ്യിക്കാം. 3 കിലോവാട്ട് 3 കിലോവാട്ട് വെക്കണമെന്നിട്ട് ചാർജ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 1.25 റുപ്യനുള്ളില് അതിൽ 78 സബ്സിഡി സബ്സിഡി കഴിച്ചിട്ട് കറണ്ട് ബില്ലിന്റെ പൈസ പിന്നെ നമുക്ക് കറണ്ട് ബില്ല് വരില്ല, 0 ബില്ലേ വരുള്ളൂ. അതായത് 25 വർഷം വരെ നമുക്കത് ഉപയോഗിക്കാം. അപ്പൊ ഒരു 3 കിലോവാട്ട് വെക്കാണ്ട് ഇപ്പൊ അതിന് ലോണ് കിട്ടുന്നുണ്ട്, EMI ഉണ്ട്, കനറ ബാങ്ക് ലോൺ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ലോൺ എടുക്കുന്നുണ്ട്, ഒരു 5-6 വർഷം കൊണ്ട് ആ ലോണ് നമ്മൾ കറണ്ട് ബില്ലിന്റെ പൈസ അതിൽ അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വർഷം കൊണ്ട് അത് അടഞ്ഞു പോകും. പിന്നെ ബാക്കി 25 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ് കറണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഇപ്പോൾ എല്ലാരും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ ചെയ്യണമെന്ന് സോളാർ, അതേപോലെ സ്റ്റീൽ ടാങ്ക്, പിന്നെ വാട്ടർ ഫിൽറ്ററിന്റെ എല്ലാ പരിപാടിയും, ഫിൽറ്ററിന്റെ എല്ലാ പരിപാടിയും ചെയ്യും. എവിടേക്കാണ് ഇതിന്റെ ഔട്ട്ലെറ്റ് ഉള്ളത് പറഞ്ഞു? കരിങ്കലത്താണിയുണ്ട്, പൂപ്പലത്തുണ്ട്, പാണമ്പിയുണ്ട്. അതെ, 4 ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ? അതെ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വാട്ടർ ഫിൽറ്റർ. അപ്പോൾ ഈ ഷോപ്പിൻ്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് EMS ഹോസ്പിറ്റലിൻ്റെ അടുത്ത്, അതായത് പാണമ്പിയിലാണ്. ഇവർക്ക് ഇത് കൂടാതെ വേറെ 4 ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഒരുവിധം എല്ലാ ഫിൽറ്റേഴ്സും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉപ്പാൻ്റെ കടയ്ക്ക് 4-5 ഫിൽറ്റേഴ്സ് ഇവരുടെ തന്നെ പൂപ്പലത്തുള്ള ഔട്ട്ലെറ്റിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇവരെ തന്നെ വീണ്ടും സമീപിക്കുന്നത്. അപ്പോൾ ദാ സ്ക്രീനിൽ അവരുടെ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇനി കൂടുതൽ അറിയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വർദ്ധിച്ചു വരുന്ന ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് ബില്ല് കാരണം ഒരുവിധം എല്ലാവരും വീട്ടിൽ സോളാർ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ അതും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ടൈം ഇക്ക വരുമ്പോൾ വീട്ടിലും സോളാർ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഒരു പണി ഒരുങ്ങാണ്ടാണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ വന്ന പാടെ തന്നെ ചോറിക്കുള്ള കറികൾ ഉപ്പേരി ഒക്കെ റെഡിയാക്കാൻ വേണ്ടി നിന്നു. അതിനിടയ്ക്ക് ഉപ്പ കഞ്ഞി ഉപ്പേരിയൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ പിന്നെ ചോറൊന്നും കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. മത്തി പെട്ടെന്ന് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഒടുക്കത്തെ ടേസ്റ്റ്. ഞാൻ കാര്യമായിട്ട് മത്തി വറ്റിച്ചെടുത്താൽ പോലും ഇത്ര ടേസ്റ്റ് കിട്ടൂല. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അത് വറ്റിച്ചെടുത്തപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഒരു മുട്ട വരിച്ചതും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇത് വൻപയർ ഉപ്പേരിയാണ് കേട്ടോ. അത് വെറുതെ ഒന്ന് കുതിർത്തെടുത്തിട്ട് വേവിച്ച് പച്ചമുളകും കറിവേപ്പിലും ചെറിയുള്ളിയും വെച്ചിട്ടൊന്ന് തൂമിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പേരി കഴിക്കാൻ. അപ്പോൾ ദാ ഇക്ക അവിടെ ഓംലെറ്റ് മറിച്ചിടുന്ന തിരക്കാണ് കേട്ടോ. ഞാൻ അങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ താഴെ വീഴും അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറിൽ എല്ലാ ഐറ്റംസും ഞാൻ എടിപിടിയിൽ നിന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ചോറും ഉപ്പേരിയും മീൻ വറ്റിച്ചതും മുട്ട പൊരിച്ചതും പപ്പടം പൊരിച്ചതും അച്ചാറുമാണ് കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ ചോറിന് ചുറ്റും വെച്ച് കാണാൻ തന്നെ ഒരു രസമല്ലേ. പിന്നെ ഇത് ഞാൻ നേരത്തെ ഉപ്പാക്ക് കഞ്ഞിക്ക് ആക്കിയ ചമ്മന്തിയാണ് കേട്ടോ. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും ഇതുപോലെ ചോറിന് ചുറ്റും ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചോറാക്കി കൊടുക്കുന്നത്. ഏകദേശം നമ്മുടെ ഒരു ചട്ടിച്ചോറിൻ്റെ ഒരു ഫീലല്ലേ. ഇതിപ്പോൾ ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ ചട്ടിച്ചോറായി, അത്രേ ഉള്ളൂ. അങ്ങനെ എന്താണെങ്കിലും ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. വൈകിട്ട് മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോവുകയാണ്. അപ്പോൾ അത് വഴിയിൽ വെച്ചിട്ട് അഫിൻ്റെ അടുത്തൊന്ന് കയറിയപ്പോൾ ഓന് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം കേട്ടോ. അപ്പോൾ അവനവിടെ എന്തോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ ഇറങ്ങി ഓടിയിട്ടുണ്ട്. ആനിക്കുട്ടി നേശും പിന്നെ ഞങ്ങളെ കൂടെ വന്നിട്ടില്ല. അവരിവിടെ കയറിയപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ഉണ്ട് അടുത്ത വീട്ടിലത്തെ. അപ്പോൾ അവരെ കണ്ടപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇക്കടക്കൊക്കെ അഫിനെയും കൂട്ടി ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ അവൻ ഇക്കാനെ കണ്ട വെറുതെ വിടൂല കേട്ടോ. അവനക്ക് ഇക്കാൻ്റെ കൂടെ അവിടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം. ഇപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. അങ്ങനെ നമ്മളിവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാഫിക്കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ ആൾ ഭയങ്കര വികൃതിയാണ് കേട്ടോ. അപ്പോൾ കണ്ട അതുവഴി നടന്ന് വരുമ്പോൾ ആ തക്കാളിയിൽ ചവിട്ടായിട്ട് എനിക്ക് ഒരു സമാധാനമില്ല കേട്ടോ. കാലിങ്ങനെ എത്തി വലിഞ്ഞ് ആ തക്കാളിയിലൊന്ന് ചവിട്ടണം ആശാന്. ഇപ്പോൾ നല്ലപോലെ നടക്കും കേട്ടോ, ഓടി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അവനെ കിട്ടൂല. ഇപ്പോൾ ഒരു PP ചെരുപ്പ് ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നടക്കാൻ തുടങ്ങിയപ്പോൾ. ഇപ്പോൾ ആ ചെരുപ്പ് ഇട്ടിട്ട് ഓടി നടക്കുന്ന പരിപാടിയാണ്.
ഇപ്പോൾ ഇവിടെ ഈ ഷോപ്പിൽ കൊടുന്നപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടുക. ഓനക്ക് ഓരോന്നും കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. ഓൻ്റെ ഇപ്പച്ചി എപ്പോഴും ഇങ്ങനെ കടയിലും തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഓൻ അങ്ങനെ എപ്പോഴൊന്നും പുറത്ത് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇക്കുള്ളതുകൊണ്ട് മിക്കവാറും ഓൻ ഇക്കാൻ്റെ കൂടെയാണ് കേട്ടോ പുറത്ത് പോവുക. ഇക്കാക്കും തന്നെ ചെറിയ കുട്ടികളെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയും ഇനിയിപ്പോൾ ഇക്ക ഖത്തറിൽ പോയാൽ അനുക്കുട്ടിനെയും നെയ്ഷുവിനെയും സോനുവിനെയും പോലെ ഈ ആഫിക്കുട്ടിക്കും ഇക്കാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എന്നൊക്കെ പറഞ്ഞാലും ചെറിയൊരു കുട്ടി നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സമയം പോണതേ അറിയില്ല. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. ഇപ്പോഴത്തെ ഈ ഒരു പ്രായം ഭയങ്കര ഒരു രസമാണ് അല്ലേ, കുട്ടികളുടെ ഈ ഒരു പ്രായം. അങ്ങനെ തന്നെ നമ്മൾ പോണ വഴിക്ക് സോനു അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിൽ മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഫിക്ക് അവിൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എനിക്കത് അങ്ങനെ കോരി കൊടുക്കിയിരുന്നു കേട്ടോ. അവിൽ മിൽക്കിനും മുട്ടായിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ശുഷ്കാന്തി. ചോറൊന്നും ഇപ്പോൾ ആശാൻ്റെ വായിൽ കൂടെ ഇറങ്ങിയില്ല. മുമ്പൊക്കെ അവന് വലിയ കുഴപ്പമില്ലാണ്ട് ഫുഡ് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനക്ക് ചോറ് അങ്ങനെയുള്ള ഐറ്റംസിനോട് പൊടി വരകിയത് അതിനൊന്നും ഇഷ്ടമില്ല. ഇവരൊക്കെ ഇത്രയും കാര്യമായിട്ട് അവിൽ മിൽക്ക് കുടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും ഒരെണ്ണം ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാ ഹാഫിക്കുട്ടിക്ക് ഏറെക്കുറെ വയറ് നിറഞ്ഞ മട്ടാണ് കേട്ടോ. പിന്നെ എനിക്കത് അങ്ങനെ കുടിക്കാനൊന്നും വേണ്ട. പക്ഷേ അതിൽ കൈയിട്ടിട്ട് മൊത്തത്തിലൊന്ന് വാരി വലിച്ചിടാനൊക്കെ ആശാന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഹിക്കാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കാറിൻ്റെ ബാക്ക് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കത് ശരിയാക്കിക്കൊണ്ടിരിക്കുക. യേശുക്കുട്ടി കിട്ടിയ തക്കത്തിൽ ഉപ്പച്ചിൻ്റെ ഫോണും എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ മഗ്‌രിബായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ നൈഷുക്കുട്ടി കളർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മക്കളെ പഠിപ്പിക്കാനിരിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.